സർഫ് എക്സലിൻ്റെ ആഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഇതുപോലെയുള്ള സർഫിൻ്റെ ബോട്ടിൽ വെച്ച് ഞാനൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹാങ്ങിങ് ക്രാഫ്റ്റാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ചെടിയും വളർത്താം. അതേപോലെ തന്നെ വേറൊരു ബോട്ടിലും ഞാനിവിടെ ക്രാഫ്റ്റ് വർക്കിന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെടികൾ വളർത്താനും, ഒഴിഞ്ഞ ബോട്ടിലൊന്നും പുറത്ത് കളയണ്ട. ഇതേപോലെ എല്ലാ മനോഹരമായിട്ട് ഒരു പെയിൻറ് വർക്ക് പോലും ചെയ്യേണ്ട മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കങ്കൂസ് നൂലുകൊണ്ടാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. നടുക്കൊരു വളയും തൂക്കിയിട്ടിട്ടുണ്ട്. ധാരാളം കിളികളുണ്ട്. പച്ച നിറത്തിലുള്ളത്, വെള്ള നിറത്തിലുള്ളത്, ഫിഞ്ചസ്, എല്ലാ കിളികളുണ്ട്. ലവ് ബേഡ്സാണ്. ഇതുപോലെ കിളികളെ വളർത്തുക, അതിന് ആഹാരവും വെള്ളവും കൊടുത്ത് പോറ്റുക. നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഇവ വീണ്ടും വീണ്ടും വളരട്ടെ. ഇത് മഞ്ഞ മുളയാണ്. ഇത് വലുതായി വളരും, പക്ഷേ ഇതിപ്പോൾ ചെറിയ മുളയായിട്ട് നിൽക്കുകയാണ്. വളരുന്നതനുസരിച്ച് നമ്മൾ കണക്കിന് വെട്ടി വിട്ടു കൊടുക്കണം. ഇതൊരു പ്ലാവാണ്. മുകളിൽ ചക്കയൊക്കെ ഉണ്ട്. 2-3 ചക്കയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പ്ലാവിൻ്റെ മുകളിലൊരു ബക്കറ്റ് വെച്ചിരിക്കുന്നത് കണ്ടോ? അതിൻ്റെ കൊണ്ട പട്ടുപോയപ്പോൾ ഇടി വീഴുന്നതാണെന്ന് തോന്നുന്നു. അത് പട്ടുപോയപ്പോൾ നമ്മൾ ഒരു ബക്കറ്റൊക്കെ എടുത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് മൂട് വരെ അഴുകി പോകാൻ സാധ്യതയുണ്ട്. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. അടുത്തതായത് ജാതി മരമാണ്. ജാതി മരം, ജാതിക്ക നമ്മുടെ മസാലയിലൊക്കെ ജാതി പത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. നല്ല തണലുള്ള ഒരു മരമാണ്. അടുത്തതായി ആത്തിമരമാണ്. 1-2 ആത്തിച്ചക്കകളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര മീറാണ്. അതുകൊണ്ട് എല്ലാ ആത്തിച്ചക്കയൊന്നും നമുക്ക് കിട്ടാറില്ല.